ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 100 ഗ്രാം ചെറുപയർ കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 3-4 ഫിസിലടിക്കുന്ന ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ആ റവയിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ റവ ഒന്ന് കുതിർന്നൊക്കെ വരട്ടെ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുവാണ്. നെയ്യ് കിടന്ന് ഇത് ചെറുതായിട്ടൊന്ന് വെള്ളമെല്ലാം വറ്റിയൊന്ന് വരണം. തീ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങയൊന്ന് പറ്റിച്ചെടുക്കുന്നത്. ഇതിൻ്റെ കളറൊന്നും മാറണ്ട. ഇതിൻ്റെ ശകലം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല കട്ടിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാൻ ശർക്കര പാനിയാണ് ചേർത്തത്. ഇതിന് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാം. മണ്ണൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്ക് അത് കണക്ക് ചേർക്കാവുന്നതാണ്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മുന്തിരിങ്ങയോ അണ്ടിപ്പരിപ്പോ ഒക്കെ വേണമെങ്കിൽ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് 4 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏലക്കാപ്പൊടിയൊക്കെ നമ്മളെ മണത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര പാനി വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഫില്ലിങ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റവ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പാകത്തിനാണ് നമുക്ക് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റവ ഇട്ടിട്ട് അത് നമുക്ക് വെള്ളം പെട്ടെന്ന് വലിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഈ മാവിനും കൂടെ ഒരു മധുരവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് കുറച്ച് ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറേശ്ശെ മാവ് ഈ ഇലക്കകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്നതിനൊക്കെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഇലയെ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് മടക്കി ഇങ്ങനെ ഒന്ന് മടക്കി നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ആവി വേവിച്ചെടുക്കാം.